മെൻസ്ട്രേഷൻ സമയത്ത് അവരുടെ പീരിയഡ്സ് സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എൻ്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. ആർത്തവം എന്നത് ഒരു മോശം കാര്യമാണോ? ആൺകുട്ടികളിൽ നിന്ന് അത് മറച്ചു പിടിക്കേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ഭാര്യമാർ പറയുമ്പോൾ മാത്രം അവരതറിഞ്ഞാൽ മതി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ആൺകുട്ടികൾ ഇതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞാൽ പീഡനങ്ങൾ വർദ്ധിക്കുമോ? പൊതുവേദിയിൽ ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അപമാനകരമോ? ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം ഈ ഒരു വീഡിയോ അതിന് താഴെ വന്ന കമൻസുകളുമാണ്. കഴിഞ്ഞ ആഴ്ച വിമൻസ് ഡേയോടനുബന്ധിച്ച് ഒബ്രോൺ മാളിൽ ആമോദിനി ബ്രാൻഡിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ നിഷ മാത്യു കൂടെവിടെ സീരിയലിലൊക്കെ നിങ്ങൾ കണ്ടു പരിചയമുണ്ടാകും. അപ്പോൾ പുള്ളിക്കാരി ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ പ്രോഗ്രാം എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെൻസ്ട്രൽ കപ്സിൻ്റെ പ്രൊമോഷൻ അതാണ് ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം അതിനുവേണ്ടി സെലിബ്രിറ്റീസ് കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സീരിയലിൽ നിന്ന് വളരെ മുൻപേ സീരിയലിനൊക്കെ ഉള്ള കുറേ പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അന്ന് ആ പരിപാടിയിൽ വെച്ചിട്ട് നമ്മുടെ KS മനീഷ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എൻ്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. അത് മാത്രമല്ല, പീരീഡ്സ് ആവുന്ന സമയത്ത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് അവന് മനസ്സിലാവുമായിരുന്നു അമ്മ പീരീഡ്സ് ആണോ. അപ്പം ഇതാണ് വിവാദമായ ആ ഒരു ക്ലിപ്പിങ്. അപ്പം ഇതിനകത്ത് മകനാണ് പാഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞതും അതോ മനീഷയുടെ മുഖം കാണുമ്പോൾ മകന് തിരിച്ചറിയാൻ പറ്റും അമ്മയ്ക്ക് പീരീഡ്സ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് കുറച്ച് പേർക്കിട്ട് കൊണ്ടെന്ന് വെച്ചാൽ അവർ എന്താ പറയുക 50കളിലും 60കളിലൊക്കെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കമൻറ്റ് സെക്ഷൻ കണ്ടാൽ. അതിൽ ഒരാളെന്തോ ഇതിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കെതിരെ എല്ലാവരും റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കമൻറ്റ് സെക്ഷൻ കണ്ടാൽ മനസ്സിലാകും അയാളെ മാത്രമല്ല അയാളെപ്പോലെ തന്നെയാണ് ഭൂരിപക്ഷം ജനങ്ങളും എന്നുള്ളത് ഏകദേശം ആ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാകും. ഏതാനും ചിലർ മാത്രമേ ഉള്ളൂ ഇതിനെ സപ്പോർട്ട് ചെയ്ത് 1 or 2 പേര് മാത്രമേ ഉള്ളൂ അതിനെന്താ കുഴപ്പം, മകൻ പാഡ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്താൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫേസ് കണ്ടാൽ എങ്ങനെ മകന് മനസ്സിലാവുന്നൊക്കെ കുറേ പേർക്ക് സംശയം ഉണ്ടാവും. പിന്നെ പീരീഡ്സ് ആകുന്ന സമയത്ത് പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും, പിന്നെ നടുവിനും വയറിനും ഒക്കെ പെയിൻ ഉണ്ടാവും, പല പല അസ്വസ്ഥതകൾ, വോമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അമ്മമാരുടെ അസ്വസ്ഥതകളെ കാണുമ്പം മക്കൾക്ക് മനസ്സിലാവുമല്ലോ എന്ത് പ്രശ്നമുണ്ടെന്നുള്ളത്. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അല്ലാണ്ട് മുഖം നോക്കി ഗണിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അപ്പം ആൺകുട്ടികൾ ആർത്തവത്തെക്കുറിച്ച് അറിയുന്നതും അവർ പാഡ് വാങ്ങിക്കുന്നതൊക്കെ എന്തോ വലിയ ആഗോള പ്രശ്നം പോലെയാണ് കുറേ പേർക്ക് തോന്നിയിട്ടുള്ളത്. അവരെ ഒന്നും അറിയിച്ചുകൂടാ. അവരെ അറിയിച്ചാൽ എന്താ പറയുക, പീഡനം വരെ നടക്കുന്നതാണ് കുറേ പേരുടെ കണ്ടെത്തലുകൾ. ആൺകുട്ടികൾ നേരത്തെ അറിഞ്ഞാൽ അല്ലെങ്കിൽ അവർ പാഡ് വാങ്ങിച്ചു കൊടുത്താൽ പീഡനങ്ങൾ കൂടും പോലും. ശരിക്കും പറഞ്ഞാൽ അവർ നേരത്തെ അറിയണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സഹോദരിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പീഡനം കുറയാനാണ് ചാൻസ് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ. അല്ലാതെ ഇതെല്ലാം മറച്ചു വെച്ചതുകൊണ്ട് എന്താണ് ലാഭം എന്നും കൂടി പറയണം. ഇതൊക്കെ മറച്ചു പിടിച്ചതുകൊണ്ട് ഒരു 15 വയസ്സ് കഴിയുമ്പോൾ, അതിന് മുമ്പേ പറഞ്ഞവരുണ്ടായിരിക്കും എനിക്കറിഞ്ഞു, അപ്പോൾ മിനിമം ഒരു 15 വയസ്സ് കഴിയുമ്പോൾ എങ്കിലും അവരോട് പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പം ഈ മനീഷ ഇതൊരു പൊതുവേദി പറഞ്ഞതിന് പറയുന്നത് ഇതൊക്കെ എന്താ പറയുക, സ്ഥലകാല ബോധം വേണം, സ്ഥലം നോക്കി വേണം സംസാരിക്കാൻ എന്നൊക്കെ. ഇതെന്താ പരിപാടിയെന്ന് പോലും ഇക്കൂട്ടർക്ക് അറിയില്ല. ഇത് മെൻസ്ട്രൽ കപ്പിൻ്റെ പ്രൊമോഷൻ പരിപാടിയാണ്. അപ്പോൾ അവിടെ പിന്നെ മെൻസ്ട്രേഷനെ പറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലും ഇവർക്കറിയില്ല. പിന്നെ മനീഷ മാത്രമല്ല, ഒരു പുരുഷനായ RJ ഗദ്ദാഫി, പുള്ളിയും അവിടെ മെൻസ്ട്രേഷനെ പറ്റിയും മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടും പാഡിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് മെൻസ്ട്രേഷൻ സമയത്ത് അവരുടെ പീരിയഡ്സ് സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം അതാണ്. അത് പാഡ്സ് ആണോ അല്ലെങ്കിൽ ഇതുപോലെ മെൻസ്ട്രൽ കപ്പ് ആണോ എന്നൊക്കെ ചോദിച്ച സമയത്ത് അവര് കണ്ണുപൂട്ടി പറഞ്ഞത് മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. അപ്പൊ അത് അപമാനകരമാണോ?
ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമായി. അല്ലാതെ ഇത് മറച്ചു വെക്കുന്ന പണ്ടൊക്കെ ആണെങ്കിൽ മറച്ചു പിടിക്കുമായിരിക്കും, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. എല്ലാവരും പൊതുവെ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പം നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശന കേസുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഈ ആർത്തവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം ആർത്തവ അവധി വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർത്തവ അവധി കൊടുക്കണം, സ്ത്രീകൾക്ക് ആർത്തവ അവധി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും മറച്ചു പിടിക്കുന്ന കാലമൊന്നുമല്ല ഇപ്പം. ഇപ്പം എല്ലാവരും സാധാ ഒരു വിഷയം പോലെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ആർത്തവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ഈ ഒരു പാഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് വലിയ വിഷയമൊന്നുമല്ല. പാഡ് വാങ്ങിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ എന്താ, ലോകം കീഴ്മേൽ മറിഞ്ഞു പോകും. നമ്മൾ സാധാ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ അതങ്ങ് വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോൾ സാധാ സാധനം വിൽക്കുന്നത് പോലെ തന്നെ പാർട്സൊക്കെ ഫാൻസി ഷോപ്പിലൊക്കെ വിൽക്കുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിനെന്താ ഇപ്പം പ്രശ്നം? പിന്നെ കുറേ പേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പിന്നെ ഇങ്ങനെ ആർത്തവം ഉണ്ടാവും നിങ്ങൾക്ക് നേരത്തെ അറിയാലോ, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വാങ്ങിച്ച് വെച്ചൂടെ എന്നൊക്കെയാണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ മറക്കുന്നതൊക്കെ നേരത്തെ വാങ്ങിച്ച് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ലെങ്കിലും ഇതിപ്പോൾ ഈ മകനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? അതിലൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. അപ്പം ഇങ്ങനെ എന്താ പറയുക, അന്ന് ഒരാൾ മാത്രമേ ഇതിനെതിരെ റെസ്പോണ്ട് ചെയ്തതായിട്ടുള്ളൊരു ഇത് കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, നമ്മുടെ കേരളം എന്നായിരിക്കുമല്ലോ മൊത്തത്തിൽ ഒരു ഭൂരിപക്ഷം, ഒരു 90% ആൾക്കാരും ഇപ്പോഴും ആ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. ഇങ്ങോട്ടേക്ക് മുമ്പോട്ട് കയറി വന്നിട്ടില്ല. കാലം മാറുന്നതനുസരിച്ച് മാറി വന്നിട്ടില്ല. ഇവരുടെ ചിന്താഗതിയൊക്കെ ഇപ്പോഴും പഴയത് തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻസ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് പോലും ഇതിനെപ്പറ്റി ഒരു അറിവില്ല. അതുകൊണ്ട് പലരും ഫസ്റ്റ് പീരീഡ്സ് ആകുന്ന സമയത്ത് പലരും വിചാരിച്ചിരുന്നത് തങ്ങൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു, എന്നിട്ട് പേടിച്ചിരുന്നു എന്നൊക്കെയുള്ള പല കമൻസും ആ ഒരു പോസ്റ്റിന് താഴെ കാണാൻ പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ മറച്ചു പിടിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഒരു സമയമാകുമ്പം എല്ലാം മക്കളെടുത്ത് പറഞ്ഞു കൊടുക്കണം. ഒന്നാമത് ഇപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് നേരത്തെ പ്രായപൂർത്തിയാകുന്ന ഒരു സവിശേഷ സ്ഥിതിയാണ് ഇപ്പം കാണാൻ പറ്റുന്നത്. പെൺകുട്ടികൾക്കാണെങ്കിലും ഒരു 10 വയസ്സ് ഒക്കെ ആകുമ്പോൾ അതിന് മുമ്പ് തന്നെ പീരീഡ്സ് ആകുന്നവരൊക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഇതെന്താ സംഭവം എന്ന് അറിയാനുള്ള മെച്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അവർ നേരത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം എന്താ പറയുക, പീരീഡ്സ് കുട്ടികൾ 10 വയസ്സാകുമ്പം തന്നെ പീരീഡ്സ് ആകുന്നത് കുറച്ച് നീട്ടി വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെറുപ്രായത്തിൽ തന്നെ പീരീഡ്സ് ആകുന്നത് തടയാൻ വേണ്ടി ഇപ്പോൾ ഒരു വാക്സിൻ പോലും ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവർക്ക് കുറച്ചും കൂടി മെച്യൂരിറ്റി എത്തിയിട്ട് പീരീഡ്സ് ആകാൻ വേണ്ടി. അല്ലാതെ ബാക്കിയുള്ളവർ കൂട്ടത്തിൽ കൂടുമ്പം നമുക്ക് നേരത്തെ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അതുമാത്രമല്ല അവർ അബ്യൂസ് ചെയ്യപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അത് കുറക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു വാക്സിൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇതിനിടയ്ക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു ഡോക്ടർ പറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒളിച്ചു പിടിക്കാനും മറച്ചു പിടിക്കാനും തക്കതായിട്ടുള്ള വലിയ സംഗതിയൊന്നുമില്ല. അപ്പം എല്ലാം എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.